വഖഫ് കേസിൽ UDF സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട് BJP താൽപര്യത്തിനനുസരിച്ചെന്ന് പി രാജീവ്. കേരളത്തിലേത് 916 BJP ഗവൺമെൻറ്റായി മാറി. വിവാദ വഖഫ് നിയമ ഭേദഗതിയാണ് സർക്കാർ കോടതിയിൽ പിന്തുണച്ചതെന്നും പി രാജീവ് വിമർശിച്ചു. ദീപഗൗരവമുള്ള ഈ പ്രശ്നത്തിലാണ് നമ്മൾ വളരെ കൃത്യമായി കേരളം പാർലമെൻറ്റിന് സുപ്രീം കോടതിയിൽ ശക്തമായ പൊസിഷൻ എടുത്തിരിക്കുകയാണ്. ഇനി സുപ്രീം കോടതിയിൽ ഈ പൊസിഷൻ ഹൈക്കോടതിയിലെ ഈ നിലപാട് നള്ളിഫൈ ചെയ്യപ്പെട്ടു. അത് വിധിയുടെ ഭാഗമായി. ഇനി സുപ്രീം കോടതി കേസെടുക്കുമ്പോൾ കേരളത്തിന് ഒറ്റ കാര്യം പറയാൻ പറ്റുള്ളൂ, ഞങ്ങൾ ഇതിനൊപ്പമാണ്, ഞങ്ങൾ വഖഫ് നിയമത്തിനൊപ്പമാണ് എന്ന് പറയാൻ മാത്രം കേരളത്തിന് സുപ്രീം കോടതിയിൽ സാധ്യമാകുന്ന അതീവ ഗൗരവമായിട്ടുള്ള ഒരു മലക്കം മറിച്ചിലാണ് ഈ പ്രശ്നത്തിൽ BJPക്ക് വേണ്ടി ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് മുസ്ലിം ലീഗിൻ്റെ പൊസിഷൻ എതിരാണ്. അപ്പോൾ മുസ്ലിമിൻ്റെ ഒരു ചെറിയ ന്യൂനപക്ഷ സാമ്പത്തിക താല്പര്യം, വ്യക്തി താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന ലിമിറ്റഡ് കമ്പനിയാണ് മുസ്ലിം ലീഗ് എന്ന് ശരിവയ്ക്കുന്നതാണ് മുസ്ലിം സമുദായത്തെ പാടെ കേരളത്തിന് സുപ്രീം കോടതിയിൽ വാദിക്കാൻ പോലും പറ്റാത്ത അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിച്ച ഈ നിലപാടെന്നുള്ളത്. ഇത് കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടത്. അതീവ ഗൗരവമുള്ള ഈ പ്രശ്നത്തിലാണ് നമ്മൾ വളരെ കൃത്യമായി കേരളം പാർലമെൻറ്റിന് സുപ്രീം കോടതിയിൽ ശക്തമായ പൊസിഷൻ എടുത്തിരിക്കുകയാണ്. ഇനി സുപ്രീം കോടതിയിൽ ഈ പൊസിഷൻ ഹൈക്കോടതിയിലെ ഈ നിലപാട് നള്ളിഫൈ ചെയ്യപ്പെട്ടു. അത് വിധിയുടെ ഭാഗമായി. ഇനി സുപ്രീം കോടതി കേസെടുക്കുമ്പോൾ കേരളത്തിന് ഒറ്റ കാര്യം പറയാൻ പറ്റുള്ളൂ, ഞങ്ങൾ ഇതിനൊപ്പമാണ്, ഞങ്ങൾ വഖഫ് നിയമത്തിനൊപ്പമാണ് എന്ന് പറയാൻ മാത്രം കേരളത്തിന് സുപ്രീം കോടതിയിൽ സാധ്യമാകുന്ന അതീവ ഗൗരവമായിട്ടുള്ള. കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൂടി ചേരുകയാണ്. സാലി, അതായത് മുസ്ലിം സമുദായത്തെ മുസ്ലിം ലീഗ് വഞ്ചിച്ചു, ഒരു ചെറു താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത്, ഒരു ലിമിറ്റഡ് കമ്പനിയാണെന്ന് ബോധ്യമാക്കുന്നു. ഒന്ന്. രണ്ട്, BJPയുടെ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുന്നു കേരളത്തിലെ സർക്കാർ, UDF സർക്കാർ. ഇതാണ് കോടതിയിൽ കണ്ടത്. ഗൗരവവും ഗുരുതരവുമായ ആരോപണങ്ങളാണ് പി രാജീവ് മുമ്പോട്ട് വെക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കേസിൽ 2 അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് സമർപ്പിച്ചൊരു ഹർജി കോടതി എടുത്തു, നമുക്കറിയുന്നതാണത്. അതിൽ ഷോൺ ജോർജിന് അനുകൂലമായി സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചു. അതായത് ഫലത്തിൽ കേന്ദ്ര വഖഫ് നിയമ ഭേദഗതിയുണ്ട്, അത് രാജ്യത്ത് ആകമാനം എതിർപ്പുയർന്നതാണ്. ഇടതുപക്ഷവും മുസ്ലിം ലീഗും അടക്കമുള്ള എല്ലാ പാർട്ടികളും, കോൺഗ്രസും അതിന് എതിർപ്പറിയിച്ചതാണ്. കേരളം അതിൽ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നതാണ്. മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ പോയതാണ്. അങ്ങനെ ഒരു കേസാണ്. ആ കേസിന് നേരെ ഘടകവിരുദ്ധമായൊരു നിലപാടാണ് ഇപ്പോൾ UDF സർക്കാർ കേരള ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടുന്നത്. ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതായത് ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം പ്രകാരം ഈ വഖഫ് അമെൻമെൻറ്റിൻ്റെ 14-ാം വകുപ്പിനെ അംഗീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. അതായത് അമുസ്ലിങ്ങളെ അതിൽ ഉൾപ്പെടുത്താം എന്ന ഭേദഗതിയാണത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാടാണ് മുൻ LDF സർക്കാർ രാഷ്ട്രീയമായി സ്വീകരിച്ചത്, സുപ്രീം കോടതിയിലും പറഞ്ഞത്. സുപ്രീം കോടതിയിൽ കഴിഞ്ഞ സർക്കാർ എടുത്തൊരു നിലപാട് കൃത്യമായിരുന്നു, ഒരു കാരണവശാലും അമെൻമെൻറ്റിനെ അംഗീകരിക്കില്ല എന്ന് വ്യക്തമായ നിലപാട് സംസ്ഥാന സർക്കാരിൻ്റേതായി കേരളം സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഇത്തരമൊരു നിലപാട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സത്യവാങ്മൂലം കേരള സർക്കാർ നൽകിയതോടുകൂടി മുൻപെടുത്ത ആ നിലപാട് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി പഴയ നിലപാടെടുക്കാൻ സുപ്രീം കോടതിയിൽ കേരള സർക്കാരിന് കഴിയില്ല. കാരണം കേരള ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം ആ നിലപാടിന് ഘടകവിരുദ്ധമാണ്. അപ്പോൾ സുപ്രീം കോടതിയിലും ഇനി ഈ അമെൻമെൻറ്റിനെ അംഗീകരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അത് ഗുരുതരമായ പ്രശ്നമുണ്ടാകും എന്നാണ് മുൻ നിയമമന്ത്രി കൂടിയായ പി രാജീവ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 2 അംഗങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവർ വേണം എന്നാണ്. ഏറ്റവും കുറഞ്ഞത് 2 പേരെങ്കിലും വേണം എന്നുള്ളതാണ് ഈ അമെൻമെൻറ്റിൽ പറയുന്നത്. അത് എത്ര പേരുമാകാം എന്നുള്ളതാണ് നിയമത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്, നിയമത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ ഫലത്തിൽ വഖഫ് ബോർഡ് അംഗങ്ങളിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാകുന്ന സാഹചര്യം വരെ സൃഷ്ടിക്കപ്പെട്ടേക്കാം എന്നതാണ് പി രാജീവ് ചൂണ്ടിക്കാട്ടിയ വിഷയം. അതിലൊരു രാഷ്ട്രീയം കൂടി ഉണ്ട്. കാരണം കോൺഗ്രസും ഇടതുപക്ഷവും മുസ്ലിം ലീഗും ഒക്കെ എതിർത്തിരുന്ന ഒരു നിയമ ഭേദഗതിയാണ് നമുക്കൊക്കെ അറിയുന്ന പോലെ കേന്ദ്ര വഖഫ് നിയമ ഭേദഗതി. അതിൽ
കേരള സർക്കാർ തന്നെ കക്ഷി ചേർന്ന് സുപ്രീം കോടതിയിൽ ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്നത് ആ നിയമ ഭേദഗതിക്കെതിരായിരുന്നു. പക്ഷേ ആ നിലപാടിനെ പൂർണ്ണമായി ഇപ്പോൾ മുസ്ലിം ലീഗ് തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അതിനർത്ഥം ഒരു BJP പക്ഷപാതിത്വ നിലപാട് കേരളത്തിലെ UDF സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. 916 BJP ഗവൺമെൻറ്റാണ് ഇത് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് തെളിയിക്കുകയാണ് ഈ നടപടിയിലൂടെ എന്നാണ് P. രാജീവ് കുറ്റപ്പെടുത്തിയത്. തീർച്ചയായും വഖഫ് ബോർഡ് വിഷയത്തിലും UDF BJP സർക്കാരിനൊപ്പം, ഇതാണ് P. രാജീവ് പറഞ്ഞത്.